വടക്കൻ യൂറോപ്പിലെ ലാറ്റ്വിയയിലെ തടാകത്തിൽ വീണ് മലയാളി വിദ്യാർത്ഥിയെ കാണാതായ വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടത്. തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞിരിക്കുന്നു, കാണാതായിരിക്കുന്നു ചിലരെ. വിഷ്ണു കരുണാകരൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ആരെയൊക്കെയാണ് കാണാതായത്, എത്ര പേരുണ്ടായിരുന്നു വള്ളത്തിൽ, എപ്പോഴായിരുന്നു സംഭവം, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബനീഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു വള്ളത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. വള്ളം അപകടത്തിൽപ്പെട്ടു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വള്ളത്തിൽ 4 പേര് മത്സ്യബന്ധനത്തിനായി പോയ ആളുകളാണ്. ഈ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഏതായാലും അവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രദേശത്തെ ആളുകളെല്ലാം അവിടെയുണ്ട്. രാവിലെയും ഇതുപോലെ തന്നെ ഒരു മുതലപ്പൊഴിയിൽ രാവിലെ ഒരു 10 മണിയോടെ തിരയിൽപ്പെട്ട് വള്ളം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നേരം 2 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. 2 പേർ അന്നേരം ചാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് വൈകിട്ട് വീണ്ടും തിരയിൽപ്പെട്ട് വള്ളം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഈ മുതലപ്പൊഴിയിൽ നിരന്തരമായി വള്ളം മറിയുന്ന ഒരു പ്രദേശമാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പോകുന്ന വള്ളങ്ങൾ നിരവധി തവണ മറിയുന്നുണ്ട്. അപകടത്തിൽ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുള്ള ഒരു പ്രദേശമാണ്. മത്സ്യബന്ധനം അവിടെ നിന്ന് വേണ്ട എന്നുള്ള സാഹചര്യം വരെ സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം ഈ ഉപജീവന മാർഗമായി മത്സ്യബന്ധനത്തിന് പോകുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് തുടരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തുടനീളം തന്നെ വ്യാപകമായ ഈ മഴ സാധ്യതയെല്ലാം നിലനിൽക്കുന്നുണ്ട്. കേരള, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ന് മത്സ്യബന്ധനത്തിന് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയും വള്ളം മറിയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായി എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. മറ്റു വിവരങ്ങൾ ഇനി മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ബനീഷ്, ശരി, വെള്ളത്തിലുള്ളവരെ ജീവനോടെ തിരിച്ചു കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ.